ഓഗി മെറിനെയും കൂട്ടിക്കൊണ്ട് സീക്രട്ട് ആയിട്ടുള്ള ഒരു കേവിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അങ്ങനെയിരിക്കെ പണ്ട് ഓഗിക്ക് പവേഴ്സൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് ഓഗിയും മെറും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഓഗി ഒരു മനുഷ്യനാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഓഗിക്ക് ലൈറ്റ് ഒരു ടാസ്ക് ഒക്കെ കൊടുത്തതായിരുന്നു. ആ ഒരു ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഒരു പാസേജ് അത് വീക്ഷിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഈ ഒരു ഈവിൾ സ്പിരിറ്റ്സിനെ കാണുവാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ഒരു എബിലിറ്റി കൂടിയുണ്ട്. അങ്ങനെ ഈവിൾ സ്പിരിറ്റ്സിന്റെ പ്രസൻസും മറ്റുമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവനും ഏഞ്ചൽസുമായിട്ടൊരു കണക്ഷൻ ഒക്കെ ഉണ്ടായി. അങ്ങനെ ഏഞ്ചൽസുമായിട്ട് ക്ലോസ് ആയ സമയത്തായിരുന്നു മിറുമായിട്ട് അവൻ പ്രണയത്തിലായതും. നമ്മുടെ ഡിറ്റക്റ്റീവും മനീഷിനൊക്കെ ആയിരുന്നു. പക്ഷെ ഡിറ്റക്റ്റീവ് ഒരുപാട് നാള് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ദൈവം ഡിറ്റക്റ്റീവിനെ ഒരു ഏഞ്ചലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അതേപോലെ തന്നെ നന്നായി തന്നെ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ എന്നെയും ദൈവം ഒരു ഏഞ്ചലാക്കിയാലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ക്ലോസ് ആയാലും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഞാനും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഓക്കി പറയുമ്പോഴത്തേക്കും നീ എനിക്ക് വേണ്ടി മാറേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. നീ ഇപ്പോൾ എങ്ങനെയാണോ ആ ഒരാളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ ഏഞ്ചൽസിന് മനുഷ്യരുമായിട്ട് പ്രണയമൊന്നും ഉണ്ടാക്കുവാനായിട്ട് പാടില്ല. എങ്കിൽ പോലും ബാക്കിയുള്ള ഏഞ്ചൽസിന്റെ അടുത്ത് ഞാൻ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ അവരങ്ങനെ എതിർക്കുകയില്ലായിരിക്കുമെന്ന ഒരു ചെറിയ വിശ്വാസമൊക്കെ മെറിനും ഉണ്ടായിരുന്നു. കൂടാതെ ഈവിൾ സ്പിരിറ്റ്സിനെ കാണുവാനായിട്ട് മാത്രമല്ല ഓക്കിക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ മെറിനെ പോലുള്ള ഏഞ്ചൽസിന് ഈവിൾ സ്പിരിറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ഒരിക്കലും അത്രയും ഡേഞ്ചറസ് ആയ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഓക്കി പ്രാർത്ഥിക്കുവാനായിട്ട് പാടില്ല എന്നാണ് മിർ പറയുന്നതും. ഹെൽമൗത്ത് ഓപ്പൺ ആക്കുവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു സാമിനും. അങ്ങനെയിരിക്കെ ഡാർക്ക്നെസ് സാമിന്റെ ബോഡിയിൽ കയറുന്നു. ഒരു ഏഞ്ചൽ ആകുവാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഇപ്പോൾ ഓഗിയും ഒരുപാട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിച്ച് അവനും തളർന്നു വീഴുന്നു. ഈ ഒരു സമയത്തായിരുന്നു സാമിന്റെ ബോഡിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡാർക്ക്നെസ് അവന്റെ അടുത്തേക്കും എത്തുന്നത്. നീ ദൈവത്തെ എത്രയൊക്കെ വിളിച്ചാലും ദൈവം നിന്റെ വിളിയൊന്നും കേൾക്കുവാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഏഞ്ചൽസിനെ അനുസരിക്കുവാനായിട്ടല്ലേ നീ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് നീ എന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഏഞ്ചൽസ് നീ പറയുന്നത് അനുസരിക്കേണ്ടതായിട്ട് വരും. നിന്റെ ഉള്ളിൽ ഗോഡ് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. നിനക്ക് ഞാൻ പുതിയൊരു ലൈഫ് തരുവാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഡാർക്ക്നെസ്സും തന്റെ കൈ മുറിക്കുന്നു. ആ ഒരു ബ്ലഡ് ഓഗിയുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഓഗിയും മൊത്തത്തിൽ ഒരു ഈവിൾ സ്പിരിറ്റായി മാറുകയാണ്. ഇപ്പോൾ ഓഗിയും സാമിനും കൂടി സംസാരിക്കുകയാണ്. ഏഞ്ചൽസ് ഹെൽമൗത്ത് എവിടെയാണെന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ അവർ അവരുടെ പവേഴ്സ് എല്ലാം കൂടി ഒന്നിപ്പിക്കുന്നത് മെറിന്റെ കയ്യിലുള്ള സോൾ സ്റ്റോൺ വഴിയാണ്. സോ മെറിന്റെ കയ്യിലുള്ള ആ ഒരു സോൾ സ്റ്റോൺ കൈക്കലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് മിർ ഇല്ലാതാക്കണം. അതല്ലാതെ നമുക്ക് എല്ലാ ഏഞ്ചൽസിനെയുമായിട്ട് ഒന്നിച്ചു നിന്ന് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സാമിൻ പറയുമ്പോഴത്തേക്കും ഓഗിക്ക് സാമിന്റെ അടുത്തൊരു പുച്ഛം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സാമിന്റെ ബോഡിയിൽ ഡാർക്ക്നെസ് ഒക്കെ കയറുമ്പോഴത്തേക്കും മാത്രമാണ് സാമിൻ വലിയൊരാളായി മാറുന്നത്. അല്ലെങ്കിൽ സാമിൻ വെറും ഒരു പുരോഹിതന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓഗിക്കാണ് സാമിനേക്കാളും കൂടുതൽ പവർ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നീ വലിയ ഓർഡർ ഒന്നും ഇടണ്ടായിരുന്നു, നിഴൽ പോലെ എന്റെ പിന്നാലെ നടന്നാൽ മാത്രം മതിയെന്നായിരുന്നു അവനും പറഞ്ഞത്. സോ ഇപ്പോൾ ഓക്കിയും സാമിനും കൂടി ഒന്നിച്ച് നടന്നു വരുന്ന സമയത്ത് കാഞ്ചിയും അവിടേക്ക് ഓടിയെത്തുകയാണ്. നീ എന്തിനാണ് ഞങ്ങളെ ചതിച്ചതെന്നുള്ള രീതിക്ക് കാഞ്ചിയും അവനോട് ചോദിക്കുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല. എനിക്ക് എന്തായിരുന്നോ വേണ്ടത് അത് ആരാണോ തരാമെന്ന് പറഞ്ഞത് അവരുടെ കൂടെ ഞാൻ കൂടി, അത്ര മാത്രമേ ഉള്ളൂ എന്ന് ഓക്കി പറയുമ്പോഴത്തേക്കും ഇപ്പോഴും നേരം വൈകിയിട്ടില്ല. നമുക്ക് ടൈസനോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയാം. ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവും നിന്നോട് പൊറുക്കുന്നതായിരിക്കുമെന്ന് പോലും കാഞ്ചി പറയുന്നു. പക്ഷേ ദൈവത്തെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ദൈവം ഒരിക്കൽ പോലും എന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ നിയമമുണ്ടല്ലോ, ഏഞ്ചൽസും മനുഷ്യരും ഒരിക്കലും ഒന്നിക്കുവാനായിട്ട് പാടില്ല എന്നും ഡിവൈഡ് ചെയ്ത് മാത്രമേ അവർ നിൽക്കുവാനായിട്ട് പാടുള്ളൂ എന്നതും അതൊന്നും തന്നെ എനിക്കും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഓഗ്യയും അറിയിക്കുന്നു. മെറിന് വേണ്ടിയെങ്കിലും നീ തിരിച്ചു വായെന്ന് കാഞ്ചി പറയുമ്പോഴത്തേക്കും തന്റെ കയ്യിലുണ്ടായിരുന്ന വാള് കാഞ്ചിയുടെ നേരെ വെച്ചതിന് ശേഷം നീ ഇതുപോലെ ഇവിടെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ മെറിന് വേണ്ടി നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നതായിരിക്കുമെന്ന് ഓഗിയും അവളോടായിട്ട് പറയുന്നു. ഓഗിയും ഡാർക്ക്നെസിന്റെ കൂടെ കൂടി തന്നെ ഉപേക്ഷിച്ച് പോയെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും മെറും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുമ്പോഴത്തേക്കും ഓഗിയും ഇപ്പോൾ കേവിൽ നിന്നും എണീക്കുകയാണ്. മിറിനും അവളുടെ ശക്തികളെല്ലാം തന്നെ തിരികെ കിട്ടുന്നു. അങ്ങനെ അവൾക്ക് ബോധം വരുമ്പോഴത്തേക്കും നേരത്തെ അവൾ എന്തായിരുന്നു സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതേ കാര്യം ഇപ്പോൾ കാണുകയാണ്. അതായത് ആ കേവിന്റെ അവിടെ ഒരാൾ നിൽക്കുന്നു. പക്ഷെ അന്ന് മുഖം വ്യക്തമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഓകുകയാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവൾക്കും അവളുടെ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു കിട്ടി കഴിഞ്ഞിരിക്കുന്നു.
മെറും നീ എന്തിനാണ് ഞങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നെന്നുള്ള രീതിക്കാണ് ഓക്കിയോട് സംസാരിക്കുന്നത്. പക്ഷെ ഞാനല്ല നിങ്ങളെ ചതിച്ചത്, മറിച്ച് ദൈവമായിരുന്നു എന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഓക്കി പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ മെറും കേൾക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. മെറിന് തിരിച്ച് ടൈസന്റെ അടുത്തേക്ക് പോകണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. മാത്രമല്ല ഓക്കിക്ക് ഇപ്പോൾ പരിക്കൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ കാര്യമാക്കാതെ മെറും തിരിച്ചു പോകുന്നു. ഡാർക്ക്നെസ് ആകാശത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ഏഞ്ചൽസും ഡാർക്ക്നെസ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് റെഡിയാക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലെ ആൾക്കാരെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ആരുടെയൊക്കെ ഉള്ളിലായിരുന്നോ ഈവിൾ സ്പിരിറ്റ്സ് ഉണ്ടായിരുന്നത് അവർ സാധാരണയായിട്ടുള്ള ആൾക്കാരെ ഉപദ്രവിക്കുകയാണ്. ഗിംസണ് ഇപ്പോൾ ബോധമൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ ടൈസൺ ആണെന്നുള്ള കാര്യം അവർക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. ഏഞ്ചൽസ് എല്ലാവരും കൂടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിൽ നിന്നും എന്തോ അവർക്ക് സെൻസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ്. സോ അവരും ആ ബിൽഡിങ്ങിലേക്ക് കയറുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില ഇവിൾ സ്പിരിറ്റ്സുമായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ബംഗൂളാകട്ടെ അതിൽ ഒരാളെ തിരിച്ച് മനുഷ്യനാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ഒരു ഇവിൾ സ്പിരിറ്റിനെ മനുഷ്യനാക്കുവാനായിട്ട് അവൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ ഈ ഇവിൾ സ്പിരിറ്റ്സിനെ കൊല്ലുവാനായിട്ട് നോക്കാതെ മറിച്ച് നമുക്ക് അവരെ മനുഷ്യരാക്കുവാനായിട്ട് നോക്കാമെന്ന രീതിക്ക് ബംഗൂളും അറിയിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ടൈസൺ ഒരാൾക്ക് പണമൊക്കെ കടം കൊടുത്തിട്ട് അയാളെ ജയിലിൽ കാണുവാനായിട്ട് പോയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ അയാളുടെ അടുത്തേക്കാണ് ഈവിൾ സ്പിരിറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അയാൾ വലിയ കത്തിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഈവിൾ സ്പിരിറ്റ് ഇവരുടെ അടുത്തേക്ക് വരികയും അയാളുടെ ബോഡി ഗാർഡ് ആ ഈവിൾ സ്പിരിറ്റിനെ ഓടിക്കുവാനായിട്ട് നോക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈവിൾ സ്പിരിറ്റ് ഒരുപാട് പവർഫുൾ ആയതുകൊണ്ട് തന്നെ ആ ബോഡി ഗാർഡും ഈവിൾ സ്പിരിറ്റിന് മുമ്പിൽ തോറ്റു പോവുകയാണ്. സോ ഇപ്പോൾ ഏഞ്ചൽസും അവിടേക്ക് കടന്നു വന്നിട്ട് ഓരോരോ ഈവിൾ സ്പിരിറ്റിനെയായിട്ട് തല്ലി തോൽപ്പിക്കുന്നു. ഈവിൾ സ്പിരിറ്റിനെ കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്ന ബോസും ഇപ്പോൾ നേരെ ടൈസനെ കാണുമ്പോഴത്തേക്കും ഞങ്ങളെ രക്ഷിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടൈസന്റെ പിന്നിൽ പോയി ഒളിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ടൈസണും ഈവിൾ സ്പിരിറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ടൈസണും ഈവിൾ സ്പിരിറ്റിനെ തോൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ലോണൊക്കെ എടുപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബോസും തന്റെ നന്ദിയൊക്കെ പ്രകടിപ്പിക്കുകയാണ്. മെറും ടൈസനെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ മെർ എവിടെയാണ് ഉള്ളതെന്ന് സാമിനും ടീമും കണ്ടെത്തുകയാണ്. ഇപ്പോൾ സാമിനും ടീമും മെറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം കുറച്ചു നേരത്തേക്ക് പിടിച്ചു നിൽക്കുന്ന മെറിന് പിന്നീട് നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ സാമിനും അവളെ തോൽപ്പിക്കുന്നു. എവിടെയാണ് മെറിന് അറിയാതെയായിരുന്നു ഏഞ്ചൽസ് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഓഗു എത്തുകയാണ്. സാമിന് കൂടുതൽ പവേഴ്സ് ഒക്കെ ഹെൽമൗത്തിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അതിന് മെറിന്റെ സ്റ്റോൺ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമിന് മെറിനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം സാമിന്റെ അടുത്തേക്ക് പോയിട്ട് സാമിന്റെ കൂടെയുള്ള ഇവിൾ സ്പിരിറ്റ്സിനെ ഇല്ലാതാക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് മെറിനെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹെൽമൗത്ത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാമെന്ന് ഓഗിയും അറിയിക്കുന്നു. ഇപ്പോൾ സാമനും ടീമും ടൈസന്റെ ബിൽഡിംഗിൽ എത്തിയതിനു ശേഷം എവിടെയാണോ ഹെൽമൗത്ത് ഉണ്ടായിരുന്നത് അതിന്റെ അടുത്തായിട്ട് മെറിനെയും കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നീട് മെറിന്റെ ഉള്ളിൽ നിന്നും അവളുടെ സോൾ സ്റ്റോൺ എടുത്തിട്ട് ആ ഒരു ശക്തികൾ കൂടി സാമൻ കൈക്കലാക്കുന്നു. സാമിന്റെ ഇവിൾ സ്പിരിറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു ടൈസന്റെ ടീം തിരിച്ച് ടൈസന്റെ ബിൽഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും ഇവരെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് മറ്റു 4 പേരായിരുന്നു. അതായത് നേരത്തെ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്ന 4 ഏഞ്ചൽസ് ഉണ്ടല്ലോ, ആ 4 ഏഞ്ചൽസ് ഇപ്പോൾ സാമിന്റെ കൺട്രോളിലാണ് ഉള്ളത്. അവർ മരിച്ചതായിരുന്നെങ്കിൽ പോലും സാമൻ അവരെ എങ്ങനെയോ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ അവര് ഏഞ്ചൽസുമായിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് റെഡിയായി നിൽക്കുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്ന ടൈസണും അവർ നമ്മുടെ സഹോദരങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ അത് നോക്കുവാനായിട്ട് പാടില്ല. അവർ സാമിന്റെ അണ്ടറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്കെല്ലാം തന്നെ ടൈസണും ടീമിലെ ആൾക്കാരെ അറിയിക്കുന്നു. സോ ഇപ്പോൾ അവരും ഓരോരോ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ടൈസണും സാമിന്റെ അടുത്തേക്കായിട്ട് വന്ന് കഴിഞ്ഞിരിക്കുന്നു. സാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈവിൾ സ്പിരിറ്റ്സുമായിട്ട് ടൈസണും ഫൈറ്റ് ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ടൈസണും സാമിനും മാത്രമാകുന്നു. സാമിനെ ആർക്കും തന്നെ തടയുവാനായിട്ട് സാധിക്കുകയില്ല എന്നും താൻ ഒരുപാട് പവർഫുൾ ആണ് എന്നുമുള്ള രീതിക്കാണ് സാമൻ പെരുമാറുന്നത്. അതായത് ഇപ്പോൾ ടൈസൺ ഒരുപാട് പേരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സാമൻ തന്റെ കയ്യിലുള്ള പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.